അനുമോൾ എന്താ പ്രശ്നം വരുമ്പോൾ ഒളിച്ചോടി പോകുന്നത്? അനുമോൾക്ക് ധൈര്യമില്ല ഇതൊക്കെ നേരിടാൻ. നൂറയുടെ വാക്കുകളാണ് കേട്ടോ. എന്നാൽ യാഥാർത്ഥ്യത്തിൽ പേടിച്ചോടുന്നതും പേടിച്ച് വെപ്രാളപ്പെടുന്നതും ക്യാപ്റ്റനായ നൂറയാണെന്ന് ഒരുപക്ഷെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നൂറ അത്തരം ഒരു കളിയുമായിട്ട് അനുമോളുടെ നേർക്കെത്തിയിരിക്കുന്നത്. വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കേട്ടോ അനുമോള്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്പസമയം മുമ്പ് ഫുഡിന്റെ പേരിൽ ഉണ്ടായ വഴക്കിനെ തുടർന്ന് അനുമോള് കിച്ചൺ ടീമിൽ നിന്ന് രാജിവെച്ചത് പുറത്തു പോയിരിക്കുകയാണ്. ആ വാശിക്ക് ആ സമയത്ത് അനുമോളോട് നൂറ പറഞ്ഞിരുന്നു, നിന്നെ ഞാൻ വെസലിലിടുന്നു. വെസലിൽ പോകാനായിട്ട് അനുമോൾക്ക് വലിയ താല്പര്യമില്ലായ്മല്ല, അവിടെ ഒരുപാട് പണികളുണ്ടാവും. അവൻ വെസലിലേക്ക് ഇടുന്നു, ഭീഷണിപ്പെടുത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ അനുമോൾ കിച്ചൺ ടീമിൽ തന്നെ നിൽക്കുമെന്ന് കരുതിയിട്ടായിരിക്കാം. അപ്പോൾ അനുമോ പറഞ്ഞത് ഓക്കെ, എന്തായാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് വെസലിലാണെങ്കിൽ അത് മതി, ഞാൻ ഇറങ്ങാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്നു. ഇപ്പോൾ ആദ്യമായിട്ടല്ല കിച്ചൺ ടീമിൽ നിന്ന് അനുമോൾ ഇറങ്ങുന്നത്. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അനുമോളുടെ മുഖത്ത് നോക്കിയിട്ട് നൂറ പറയാണ്, ഒരു പ്രശ്നം വരുമ്പോൾ പേടിച്ചോടുന്നു അനുമോളെ, ഈ സ്വഭാവം ശരിയല്ല കേട്ടോ, ഇത് അഹങ്കാരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് സൈഡിൽ പ്രശ്നം വരുമ്പോൾ അത് ഫേസ് ചെയ്യാൻ പഠിക്കണമെന്ന് നൂറയുടെയും ആദിലയുടെയും ഉപദേശം. ഇത് നൂറ തന്നെ നൂറോട് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒരു പ്രശ്നം വരുമ്പോൾ അത് സോൾവ് ചെയ്യാൻ സ്വയം പഠിക്കുക, അല്ലാണ്ട് ആദില പറയുന്ന കേട്ടിട്ടല്ല പറയേണ്ടത്. ആര് പറഞ്ഞാലും അനുസരിക്കില്ല, സ്വന്തമായിട്ട് എന്തോ ഒരു തീരുമാനമുണ്ട്, അതേ അവൾ ചെയ്യുള്ളൂ എന്ന്. ഇവിടെ ഗെയിം കളിക്കാനല്ലേ വന്നത്, എല്ലാവരും ഇൻഡിവിജ്വൽ കണ്ടസ്റ്റൻസ് അല്ലേ. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് മറ്റാരും പറയണ കേട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അനുമോൾക്ക് ഒറ്റയ്ക്ക് തന്നെ കളിക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ ഉണ്ട്. ഇന്നലെ 1-2 മണിക്കൂർ കൺഫെഷൻ റൂമിൽ ബിഗ് ബോസ് ആദിലയും നൂറയും മാത്രം പിടിച്ചു നിർത്തി. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ല. ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ടായ അനുമോളോട് പോലും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അനുമോളുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ പ്രശ്നം വന്നപ്പോൾ ഒളിച്ചോടി പോകാനായിട്ട് പലപ്പോഴും ശ്രമിക്കുന്നത് നൂറയായിട്ട് എനിക്ക് തോന്നി. നൂറ ക്യാപ്റ്റനാണ്. ഫുഡ് കറക്റ്റ് സമയത്ത് കിട്ടില്ലെങ്കിൽ പ്രശ്നമാവും. കിച്ചണിൽ അനുമോളല്ലാതെ മറ്റാരെ ഇട്ടാലും പ്രശ്നമാവുമെന്ന് നൂറക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പം നിവിൻ വരാന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നിവിൻ കിച്ചൺ ടീമിൽ വന്നപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ അനുമോൾ മാറി നിന്നാൽ പ്രശ്നമാവുന്ന നൂറയ്ക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കാം നൂറ ഇപ്പോൾ പറയുന്നുണ്ട്, പ്രശ്നം വരുമ്പോൾ ഒളിച്ചോടി പോവല്ല, അവിടെ നിന്ന് ചെയ്ത് കാണിക്കണമെന്ന്. അതായത് അവിടെ അടുക്കള പണിക്ക് ഒരാൾ വേണം ഇവർക്ക് ഫുഡ് വെച്ച് വേവിച്ച് കൊടുക്കാനായിട്ട്. മറ്റുള്ളവരൊക്കെ ഉണ്ടാക്കി തന്ന ഫുഡും ഗ്യാസ് കയറുന്നു, വയറും തല കറങ്ങുന്നു, എന്തൊക്കെയായിരുന്നു നൂറയ്ക്ക് ഉണ്ടായിരുന്നത്. അതൊക്കെ നൂറയ്ക്ക് അറിയുന്നതുകൊണ്ടായിരിക്കും ഇപ്പം നൂറ അനുമോളുടെ കാല് പിടിക്കാനൊന്നും പോകുന്നില്ല, ആജ്ഞാപിക്കുകയാണ്, അല്ലെങ്കിൽ വെല്ലുവിളിക്കുകയാണ്. അനുമോൾ എന്തായാലും കിച്ചണിൽ കയറണ്ട, കുറച്ച് ദിവസമല്ലേ പട്ടിണി കിടക്കട്ടെ എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് തന്നെയാണ്. എല്ലാം വെച്ച് വേവിച്ച് കൊടുത്തിട്ട് അവസാനം അനുമോളുടെ തലക്കിട്ട് കൊട്ടുന്നു. അങ്ങനെയുള്ളപ്പോൾ ഇവരൊക്കെ തന്നെ കയറി ഉണ്ടാക്കട്ടെ. അനുമോൾ അനീഷിനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടല്ല വന്നതെന്ന്, ഇവർക്കും പഠിച്ചുകൂടെയെന്ന്. അത് ഇവർക്കും പഠിച്ചുകൂടെ, 100 ദിവസമായി, അതായത് ഏകദേശം ഒരു 3 മാസത്തോളമായി കിച്ചൺ ടീമിൽ നിന്നിട്ട് ഇവർക്കും കുക്കിംഗ് ഒക്കെ പഠിച്ചുകൂടെ. ഒരു കുക്കിംഗ് പഠിക്കാൻ ഏകദേശം എത്ര മാസം വേണം? 1 മാസം. എന്തെങ്കിലുമൊക്കെ വെച്ച് വേവിക്കാൻ 1 മാസം തന്നെ ധാരാളമാണ് പഠിക്കാനായിട്ട്. ഇതുവരെയും പഠിക്കാൻ നോക്കാത്തത് ആരെങ്കിലുമൊക്കെ വെച്ച് വേവിച്ച് തരും എന്നുള്ളൊരു വിശ്വാസത്തിലല്ലേ ഇവർ പഠിക്കട്ടേന്നേ അനുമോൾ പറയാണ് അനീഷിനോട്. നൂറയുടെ വെല്ലുവിളിയാണ് കേട്ടോ. നമുക്ക് നോക്കാം എന്താകും എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.